ഇന്നിപ്പം ഞാൻ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇത് ഡേ 4 ആണ്. അപ്പം ഡിന്നർ കഴിഞ്ഞു. ഡിന്നർ ഞാൻ ഷൂട്ട് ചെയ്യാൻ 1 കപ്പ് സോയാ ചങ്ക്സാണ് ഞാൻ തിന്നത്. കുറച്ച് തൈരും കൂട്ടി. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊരു ബണ്ണ് കഴിച്ചുകൊണ്ടും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് രാത്രിയത്തെ ഡിന്നർ. അപ്പോൾ ഡേ 3 ഞാൻ വർക്കൗട്ട് ചെയ്തില്ലായിരുന്നു. എനിക്ക് കുറച്ച് വയ്യായ്മയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കൈയുടെ വർക്കൗട്ട് കഴിഞ്ഞു. സോ കൈയുടെ രണ്ടിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇപ്പോഴേ പറയാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് മറന്നു. എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അളവിൽ. അപ്പം എൻ്റെ റൈറ്റ് ഹാൻഡ് 17.5 ഇഞ്ചും ലെഫ്റ്റ് ഹാൻഡ് 18.5 ഇഞ്ചുമാണ്. 17.5 റൈറ്റും 18.5 ലെഫ്റ്റുമാണ്. 1 ഇഞ്ച് ഡിഫറൻസ് ഉണ്ട് എൻ്റെ രണ്ട് കൈക്കും. സോ ഇതാണ് എൻ്റെ കൈയുടെ അളവ്. ഇതിപ്പോൾ ഡേ 4 ആണ്. ആൻഡ് ഇന്നത്തെ ഒരു വെപ്രാളം, ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി. എൻ്റെ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് 1.5 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 1.5 കിലോ കുറഞ്ഞത് ഒബ്വിയസ്ലി എൻ്റെ വെയിങ് സ്കെയിലിൽ ഞാൻ ഡേ 1 നോക്കിയത് വെച്ചിട്ട് ഇപ്പോൾ ഡേ 4 ഞാൻ നോക്കുമ്പോൾ 1.5 കിലോ കുറഞ്ഞത് ചിലപ്പം എന്തെങ്കിലും വാട്ടർ വെയിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഐ ഡോണ്ട് നോ. 1-1.5 kg ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും നിൽക്കാമല്ലോ. പക്ഷെ എന്നിരുന്നാലും ആ വെയിങ് സ്കെയിലിൽ ആ ഒരു ഡിഫറൻസ് വന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം തോന്നി. ബട്ട് കൂടുതൽ എക്സൈറ്റഡ് ആവരുത്. കാര്യം ഇത് ചിലപ്പം വീണ്ടും നാളെ ചിലപ്പോൾ ഇത് പിന്നെയും വീണ്ടും തിരിച്ച് കയറാതിരിക്കാം. ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻസ്. ഇതിപ്പം എന്തിൻ്റെ വെയിറ്റ് ആണ് എക്സാക്ട്ലി ഇപ്പം കുറഞ്ഞത്, വാട്ടർ വെയിറ്റ് ആണോ അല്ലാത്ത വെയിറ്റ് ആണോ, ഐ ഡോണ്ട് നോ. ബട്ട് എന്നിരുന്നാലും ഐ എം ജസ്റ്റ് ടെല്ലിങ് 1.5 kg കുറഞ്ഞു. സോ 4 days കൊണ്ട് ഞാൻ പട്ടിണിയൊന്നും കിടന്നേന്നുമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ, എൻ്റെ ഇൻട്രോ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ഡയറ്റ്, ഇൻട്രോ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ഡയറ്റ് ഇതൊക്കെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ആകെ വൈകുന്നേരത്തെ ഈ സ്നാക്സ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആവുമെന്നേ ഉള്ളൂ. കാരണം ഓഫീസിൽ എവിടെ കിട്ടുന്ന സ്നാക്സ് ഏതാണോ അതാണ് കഴിക്കുന്നത്. ആൻഡ് രാത്രി പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിന്നർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചസ്, സ്ലൈറ്റ് രീതിയിൽ ചേഞ്ചസ് വരുമെന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലെ സോയ ചങ്ക്സ് ഞാൻ പ്രോട്ടീൻ എന്ന രീതിയിൽ ഞാൻ സോയ ചങ്ക്സ് ഞാൻ വേവിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞത് ഡയറ്റിൽ ഞാനത് ജസ്റ്റ് ഒരു റഫ് ഒരു ബേസിക് പ്ലാനാണ് കൊടുത്തത്. അതിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പം എന്തായാലും നോക്കാം, നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അപ്പം പിന്നെയും എന്തെങ്കിലും വെയിറ്റിൽ വ്യത്യാസം വരുമോ ഇല്ലയെന്ന് കണ്ടറിയാം. ഞാൻ പിന്നെ മെഡിക്കേഷനും കൂടെ എടുക്കുന്നുണ്ട്. മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് PCOD, തൈറോയ്ഡ് അങ്ങനത്തെ എല്ലാ ഇഷ്യൂസ് ഉള്ളതാണ്. ആൻഡ് മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ വെയിറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലയെന്ന് നോക്കാം. ഓക്കെ.